നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ പണ്ട് നമ്മുടെ ഓഫീസിൽ ഒരു വലിയ സംഘം ചേർന്നുള്ള ക്രിമിനൽ ആക്ടിവിറ്റി നടന്നൊരു പശ്ചാത്തലമൊക്കെ പലർക്കും അറിയാവുന്നതാണ്. ആ സമയത്ത് അവർ വെൽ പ്ലാൻഡ് ആയിരുന്നു, നമ്മളതിനെക്കുറിച്ച് അവെയർ ആയിരുന്നില്ല. ശരി, അവർക്കൊരു അബദ്ധം പറ്റിയതായിരിക്കുമെന്ന് കരുതി കൺസിഡർ ചെയ്തു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം കോർട്ടിലതെത്തിയപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തവർക്ക് കൃത്യമായ പ്ലാനിങ്ങും ഡോക്യുമെൻറ്റേഷനും കീപ്പ് ചെയ്യാൻ പറ്റി. നമ്മളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തണം എന്നത് അവരുടെ ഒരു ടാർഗറ്റ് ആയിരുന്നു എന്നതിന് അവർ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് നമുക്കതിനെ സോൾവ് ചെയ്യാനായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെന്നില്ലെന്ന് തോന്നിയില്ല. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ എവിടെ എവിഡൻസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളിതെല്ലാം തപ്പിപ്പോകുമ്പോഴാണ് ഒരുപാട് വർഷം കഴിഞ്ഞ് ഇപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് വളരെ ലിമിറ്റഡ് സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നാൽ ആ സമയത്ത് തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇന്നത് അനലൈസ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ വളരെ അധികം കൃത്യതയോടുകൂടി ആ സാഹചര്യത്തെ, ഇന്നല്ലാതെ തന്നെ അതിനൊരുപാട് തെളിവുകൾ കാലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം കാലം തെളിയിക്കുമെന്ന് പറഞ്ഞതുപോലെ കാലം അതിനുള്ള എവിഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലാതെ നമുക്ക് ആ എവിഡൻസുകൾ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ ഇവാലുവേഷൻ അനലിറ്റിക്സ് ജോബിന് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എങ്ങനെയാണ് അത് സംഭവിച്ചത്, ഇനി ഒരിക്കലും നമ്മൾ അത്തരത്തിൽ ട്രബിൾ പെടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിന് കുറച്ചുകൂടെ വ്യക്തതയുണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഈ നിയർ മിസ്സസ്, മെഡിക്കേഷൻ എറർ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് ഓൺ ടൈമിൽ കളക്ട് ചെയ്യണം. അത് വെച്ചുള്ള അനലിറ്റിക്കൽ ജോബ് നടക്കുന്നതും ഒരു ടൈം ഫ്രെയിമിനുള്ളിലായിരിക്കണം, എപ്പോഴെങ്കിലും ആയിരിക്കരുത്. പലതും അതിനകത്ത് പിന്നീട് ആ ഇൻഫർമേഷൻസ് ലോസ് ഉണ്ടാവും. അപ്പോൾ കൃത്യമായി ഒരു സമയകൃത്യതയോടുകൂടി നമുക്ക് ഈ അഡ്വേഴ്സ് റിയാക്ഷൻസിൻ്റെയോ നിയർ മിസ്സസിൻ്റെയോ മെഡിക്കേഷൻ എററിൻ്റെയോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും അത് ഡോക്യുമെൻ്റ് ചെയ്യാനും നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും ആ കമ്മിറ്റിയിൽ നമ്മുടെ ഫാർമക്കോളജിസ്റ്റോ ക്ലിനിക്കൽ ഫാർമസിസ്റ്റോ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനും നമുക്ക് കഴിയണം. ആ ആക്ഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസിൻ്റെ കൃത്യത, ടൈം ഫ്രെയിം നമ്മൾ സൂക്ഷിക്കണമെന്നതാണ് MOM 8E 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. നിയർ മിസ്സസ്, medication errors and adverse drug reactions are collected and analyzed.